ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. കോട്ടക്കുന്ന് പോയ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ കോട്ടക്കുന്ന് ഞങ്ങൾ നേരെ വിട്ടത് മിനി ഊട്ടിയിലേക്കാണ്. കോട്ടക്കുന്ന് മിനി ഊട്ടിയിലേക്ക് ഏകദേശം 35-40 മിനിറ്റിൻ്റെ അടുത്തേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഇരുടാവുന്നതിൻ്റെ മുന്നേ തന്നെ എത്തിയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചുറ്റിക്കറങ്ങി കണ്ടു, ഒരു റെസ്റ്റോറൻറ്റ് കയറി, വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചു. മിനി ഊട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല ഭംഗിയാണ് ലൊക്കേഷൻ കാണാൻ. അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റും കൂടി ആയപ്പോൾ അത് അടിപൊളിയായി. തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുക, നമുക്കൊരു റൈഡ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒക്കെ ഒരുപാട് വെയിറ്റ് ചെയ്യണം. കുട്ടികളുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ, അടിപൊളിയാണ്. ഒരുപാട് റൈഡ്സ് ഉണ്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ. ചില സെക്ഷനിലേക്കൊക്കെ കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിച്ച് കിട്ടുകയില്ല, അവരെ പിന്നാലെ ഓടി നമ്മൾ വലിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. നമുക്ക് കാര്യമായിട്ട് കാണാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു പെറ്റിൻ്റെ സെക്ഷൻ ഉണ്ട്. അവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു കുതിര, ഒട്ടകം ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ കയറി ഒന്ന് വട്ടം ചുറ്റാം. പക്ഷേ അതിനൊന്നും ഞങ്ങൾ നിന്നില്ല. പിന്നെ നമ്മളെ ബേഡ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ആ ബേർഡ് വന്ന് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തിലൊക്കെ ആയിരുന്നു. ലാസ്റ്റ് പിന്നെ ആ ക്ലിപ്പേറ്റ് പോയി. പിന്നെ ഇതാണ് മെയിൻ ഹൈലൈറ്റ്. ഞാൻ ഈ കാര്യം ചെയ്യാൻ വിചാരിച്ച ഒറ്റൊരു കാര്യം കൊണ്ടാണ്. ഞാൻ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടുകൊണ്ടാണ്. കോളറും അതേപോലെ കൈയൊക്കെ ഫുള്ള് കവേർഡാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോഡി നമ്മളെ ബോഡിയിലേക്ക് ടച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷൻ കുറവുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും എനിക്ക് പേടിയാട്ടോ. മനസ്സിൽ ഭയങ്കര പേടിയാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, ഒരു തവണയെങ്കിലും ഇത് ചെയ്യാൻ പറ്റണേ. അങ്ങനെ എന്തായാലും ഞാൻ ആ പെരുമ്പാമ്പിനെ കഴുത്തിൽ തൂക്കി. പെരുമ്പാമ്പിനെ കഴുത്തിലിട്ടോടെ എനിക്ക് ഭയങ്കര ഒരു ധൈര്യം വന്ന് ഞാൻ പിന്നെ അതിലും വലുത് ഇനിയൊന്നും വരാറില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇഗ്വാനേനെയും കൂടി പിടിക്കാൻ വിചാരിച്ച്. അപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യം കണ്ടില്ല, ഞാൻ ഷർട്ടിൻ്റെ കൈ ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഞാൻ അതിനെ പിടിക്കുന്നത്. എനിക്കെന്തോ എൻ്റെ ബോഡി നമ്മുടെ ബോഡിയിലേക്ക് ടച്ച് ചെയ്യണത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല എന്നല്ല, പേടിയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ മീനിന് ഫീഡ് ചെയ്യാൻ പോയി. നല്ല രസമാണ്, നല്ല ഇക്കിളിയാവും. മിനി ഊട്ടിയിൽ തന്നെ പേര് കേട്ട മറ്റൊരു കാര്യം പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് പറഞ്ഞാൽ ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അതിനെന്തോ 50 റുപ്പീസേ ഉള്ളൂ. മറ്റേ വലിയ ഗ്ലാസ് ബ്രിഡ്ജിൽ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് 200 രൂപയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ഗ്യാങ് ആയിട്ടൊക്കെ വൈബായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഗ്ലാസ് ബ്രിഡ്ജിൽ തന്നെ കയറണം. കാരണം അവിടെ ഒരു സമയം കഴിഞ്ഞാൽ നല്ല ലൈറ്റിങ്ങും DJ ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളെ കൂടെയുള്ള കൂടുതൽ പേരും കുട്ടികളുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ ആ ഒരു സെക്ഷനിലേക്ക് കയറ്റിയപ്പോൾ തന്നെ കുട്ടികളെ തിരിച്ച് കിട്ടാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടി കയറാമെന്നുള്ള പ്ലാൻ നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് ദൂരത്തുനിന്ന് ഞങ്ങൾ കണ്ട് സന്തോഷിച്ചു. പിന്നെ അവിടെ കാണാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ്. അത് നല്ല രസമാണ് കേട്ടോ. നമ്മളെല്ലാം സെപ്പറേറ്റ് പേയ്മെൻ്റ് ആട്ടോ. അങ്ങനെ നമ്മൾ കയറി നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഇവിടെയും 16D ഹൊറർ ഹൗസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പോയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ കയറിയില്ല. എല്ലാം കണ്ട ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഈ ട്രിപ്പ് പോയതോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇനിയൊരു ട്രിപ്പ് പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.